ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനായിട്ട് ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗോതമ്പിൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ. ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനിവിടെ മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഇതുപോലെയാണ് മുറിച്ചേക്കുന്നത്. ഇതുപോലെ നമ്മൾ എല്ലാ ബ്രെഡ് കഷ്ണങ്ങളും ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മളിതൊരു ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ കുറച്ച് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾക്ക് കുറച്ച് ബലമൊക്കെ വന്നിട്ടുണ്ടാവും. ആ സോഫ്റ്റ്നെസ് ഒന്ന് മാറിയിട്ട് ബലം വന്നിട്ടുണ്ടായിരിക്കും. കണ്ട, എന്നാൽ അധികം ബലം പിടിക്കുകയും വേണ്ട. അപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്കത് തണുക്കാനായിട്ട് വിതറിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ ചൂടായിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ മെൽറ്റ് ചെയ്ത പഞ്ചസാരയിലേക്ക് ഞാനിനി ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഇട്ടിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ ഇട്ട് കഴിഞ്ഞ ശേഷം ഞാനതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലൊഴിച്ചിട്ട് അതൊന്ന് കുറുകണ വരെ നമ്മളതിങ്ങനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത്തിരി കുറുകി വരും. ആ കുറുകി വരുന്നതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇതിലേക്ക് ഞാൻ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നട്ട്സ് പൗഡർ പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ്, ബദാം, പീനട്ട് എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അത് ചേർത്തിട്ട് കുറുക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ച ബ്രെഡ് കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറേ നേരം ഇളക്കണ്ട. ഒരു 2 മിനിറ്റോളം ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അതാണ്ട ഇപ്പോൾ നമ്മുടെ ബ്രെഡ് കറക്റ്റ് ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലും കൂടുതൽ നേരം ഇതിട്ടിട്ട് ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല കട്ടിയായിട്ട് പോകും കേട്ടോ. കുട്ടികൾക്ക് അപ്പോൾ കടിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മളതൊരു ഗ്രീസ് ചെയ്ത പ്ലേറ്റിലേക്ക്, ഞാൻ ബട്ടർ വെച്ചിട്ടാണത് തടവി കൊടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇത് നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല കുറച്ച് ബലത്തിൽ വന്നിട്ടുണ്ട്. എന്നാലും നല്ല സോഫ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്ക് കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ടായിരിക്കും. കുട്ടികൾക്കെല്ലാം ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.